വഴക്ക് പറയാൻ ഉദ്ദേശിക്കുന്നവരുടെയൊക്കെ അറിവിലേക്കായിട്ട് പറയട്ടെ, 2024 ജനുവരി 1 തൊട്ട് ഞാൻ ശരിക്കും നല്ല കുട്ടിയോ ഇനി മധുരം കഴിക്കില്ല. ഇത് പ്രോമിസ് ആട്ടാ. ഇനി മുമ്പ് വന്നൊരു പ്രോമിസ് ചെറുതായിട്ട് തെറ്റിയല്ലോ. ഒച്ച പോയി കുന്നം മറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കണ്ടേ? കൂടെ നിന്നില്ലെങ്കിൽ അത് എന്നാ അന്നമ്മേ ശരിയാകുമോ എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നത്. അതുകൊണ്ടുള്ള ഒച്ച വെച്ചിട്ട് നിങ്ങൾ ഒത്തിരി പേര്, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഡ്രീം കേക്ക്, അതും ഒരു 500 രൂപ താഴെ 1.25 കിലോ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡ്രീം കേക്കാണ്. അതിൽ പരമാവധി കുറച്ചും കൂടെ മാറ്റം വരുത്തിയാൽ വീണ്ടും നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി ആർക്കും, നമ്മുടെ മക്കൾക്കും നമുക്കും ഒന്നും എന്താ പറയുക, അതിൻ്റെ വില കണ്ട് പേടിച്ചിട്ട് വാങ്ങാതിരിക്കേണ്ട. അടിപൊളിയാണ്. ഈ ഒച്ചയുടെ ഒരു ചെറിയ കുറവുണ്ടെന്ന് വിചാരിച്ച് മാത്രം മതി, റെസിപ്പി പെർഫെക്റ്റ് ആണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുക കേട്ടോ. ബേസായിട്ട് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, രണ്ടും കൂടെ ഒരു കപ്പ് മതിയേ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പിട്ട് നന്നായിട്ട് നമുക്ക് അരിച്ചിങ്ങോട്ട് എടുക്കാം. ഇനി ഒരു മുട്ട എടുക്കുക, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചങ്ങ് പതപ്പിക്കണേ. തൈര് ഒരുപാട് പുളിയൊന്നും വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് ഇളക്കാം. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒരു 3 ടേബിൾ സ്പൂൺ ഇടാം. വിസ്ക് മതി കേട്ടോ, ആർഭാടത്തിന്. അതുപോലെ നല്ല കട്ടിയുള്ളൊരു സ്പൂൺ മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് മുഴുവൻ പഞ്ചസാര എടുക്കുക, അതങ്ങോട്ട് പൊടിക്കുക. എന്നിട്ട് ആ പൊടിച്ചത് മൊത്തം ഇതിലേക്ക് അങ്ങോട്ട് ഇടുക. എല്ലാം കൂടെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ പതപ്പിച്ച മുട്ടയുടെ മിശ്രിതവും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ കുറേശ്ശെയായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒറ്റയടിക്ക് കൊണ്ട് കമ്മത്തിയിട്ട് കട്ട കുത്തിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ലൂസല്ല എന്ന് തോന്നുവാണെങ്കിൽ 2-3 ടേബിൾ സ്പൂണ് തിളപ്പിച്ചാറിയ പാല് നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഇതുപോലൊരു ചെറിയ ഫ്ലോയിങ് കൺസിസ്റ്റൻസി വരണം. ഇനി നമ്മുടെ ഓവൻ ഒരു 180 ഡിഗ്രി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ടാപ്പ് ചെയ്യണം കേട്ടോ. 20 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇത് കണ്ട സെറ്റായിട്ടുണ്ട് കേക്ക്. ഈ കേക്കിന് അധികം മധുരം ഉണ്ടാവില്ല കേട്ടോ. 1/2 കപ്പ് മുഴുവൻ പഞ്ചസാര എടുക്കുക, അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് കുറുക്കുക. നൂൽപ്പുരമൊന്നും ആവരുത് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ ഡ്രീം കേക്ക് ഏത് ടിന്നിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടിന്നിൻ്റെ പാകത്തിന് തായി കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. സൈഡൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഒഴിച്ച് അമർത്താം. ചൂടോടെ തന്നെ ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ അമർത്തി സെറ്റാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് നോക്കുമ്പോഴേ പഞ്ചസാര വെള്ളം കിനിങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ വരരുത്. വരാൻ തുടങ്ങുന്നുള്ള പാകമാകുമ്പോൾ നമ്മൾ നിർത്തിക്കോണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ 1ാമത്തെ ലെയർ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ മൊത്തം ഡ്രീം കേക്കിന് വേണ്ട ഓരോ ലെയറിൻ്റെ ഒരു ബേസ് അങ്ങോട്ട് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 200 ഗ്രാം ക്രീം ചീസ് എടുക്കാം. ഇത് ബേക്കറി കടകളിലും ഇങ്ങനത്തെ കേക്കിൻ്റെ കടയിലൊക്കെ കിട്ടും കേട്ടോ. അതിലേക്ക് ഒരു 40 ഗ്രാമോളം പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ടൊരു 150-200 ഗ്രാം വരെ വിപ്പിംഗ് ക്രീമും ചേർക്കാം. ഇത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ പതപ്പിച്ച് സെറ്റാക്കി എടുക്കുക. ഈ മിശ്രിതം നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതുപോലെ ഒരു സാധനം കൂടി ഉണ്ടാക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മിൽക്ക് പൗഡർ ഒരു 1/4 കപ്പ് എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് മുഴുവൻ പഞ്ചസാര ഇടാം. എന്നിട്ട് 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള പാല് തീ കത്തിച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയാണ്. ഇനി ഇതേ 2ാമത്തെ ലെയർ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പം തന്നെ. അപ്പോൾ നമ്മുടെ ക്രീം ചീസും വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലൊരെണ്ണം ഇങ്ങോട്ട് എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 60 ഗ്രാം മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർക്കുക, സൊല്യൂഷൻ. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ലെയറായിട്ട് മുകളിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ 30 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഇനി ഈ സമയം കൊണ്ടേ നമുക്ക് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ചോക്ലേറ്റും നന്നായിട്ട് ചീക്കി വെക്കാം. പുതിയതായിട്ട് മാർക്കറ്റിൽ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഡാർക്ക് ചോക്ലേറ്റ്. 1 കിലോയ്ക്ക് ഏകദേശം 530 രൂപ വില വന്നിട്ടുണ്ട്. ശരിക്കും 660 ഇതിൻ്റെ MRP. നമ്മൾ ആ തൃശ്ശൂർ ബെസ്റ്റ് എന്ന് മേടിക്കുമ്പോഴേ നല്ല കുറവുണ്ട്. അതുപോലെ വൈറ്റ് കോമ്പൗണ്ടിന് MRP 240 ഉണ്ട്, 180 രൂപയ്ക്ക് കിട്ടും. ഇത് രണ്ടും നമ്മൾ നൈസായിട്ട് ചീകി അങ്ങോട്ട് മാറ്റി വെക്കണം. ഇനിയിപ്പോൾ നമ്മുടെ 3rd ലെയർ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് നമ്മളുടെ ഡ്രീം കേക്ക് ഇങ്ങനെ അതേ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്കേ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഉണ്ടാക്കേണ്ടത്. ഡയറക്റ്റായിട്ട് ചൂടാക്കരുത് കേട്ടോ. ഒരു പാൻ വെച്ച് വെള്ളം ഇങ്ങനെ തിളപ്പിക്കുക. അതിലേക്കൊരു ബൗൾ ഇറക്കി വെച്ചിട്ട് ഒരു 120 ഗ്രാം നമ്മുടെ വിപ്പിംഗ് ക്രീം, ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതല്ല, വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു 120 ഗ്രാം ഇട്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ നമ്മൾ ചീവി വെച്ചത് അതൊരു 100 ഗ്രാം ഇട്ടു. എന്നിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടുണ്ട്. ലൂസായിട്ട് എടുത്തു. എളുപ്പപ്പണിയാണ്. എന്നിട്ട് അത് പുറത്തെടുത്തതിന് ശേഷം ഒരു 40 ഗ്രാമും കൂടെ നമ്മുടെ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച സെറ്റായി. ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് 3ാമത്തെ ലെയർ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു. നമുക്ക് രസമുണ്ട് അല്ലേ. ഇനി ഒന്നും കൂടെ ടാപ്പ് ചെയ്ത് വീണ്ടും 30 മിനിറ്റ് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ലെയറിനുള്ള കാര്യങ്ങൾ സെറ്റാക്കാം. 3ാമത്തെ ലെയർ പോലെ തന്നെയാണ് 4ാമത്തെ ലെയറും, വ്യത്യാസം ഒന്നുമില്ല. വിപ്പിംഗ് ക്രീം 120 ഗ്രാം, വൈറ്റ് ചോക്ലേറ്റ് ആണെന്ന് മാത്രം 100 ഗ്രാം. ഡബിൾ ബോയിൽ ചെയ്യുക, അതിലേക്ക് 40 ഗ്രാം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. 4ാമത്തെ ലെയർ സെറ്റായി. ഇത്
മൂന്നാമത്തെ ലെയർ സെറ്റായതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ടാപ്പ് ചെയ്ത് വീണ്ടും 30 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെക്കുക, സെറ്റാക്കുന്നു. ഇനി നമ്മളെ ഒരു ചെറിയ ബൗളിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4 ഗ്രാം ജലാറ്റിൻ ഇട്ട് അലിയിച്ചെടുക്കുക. 40 ഗ്രാം മിൽക്ക് ഒഴിച്ച് തിളപ്പിക്കുക. മിൽക്ക് തിളച്ചതിന് ശേഷം ഈ അലിഞ്ഞ ജലാറ്റിൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതൊന്ന് ആറിയതിന് ശേഷമാണ് നമുക്ക് അടുത്ത ലെയർ സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5ാമത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ക്രീം ചീസും വിപ്പിങ്ങും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ 2ാമത്തെ 1/3 പാർട്ട് നമ്മൾ എടുത്തു. അതിലോട്ട് നമ്മുടെ ജലാറ്റിൻ ഇപ്പോൾ മിൽക്കുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതങ്ങനെ മിക്സ് ചെയ്തു. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒരു 60 ഗ്രാം ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് അരിഞ്ഞതിട്ടു. ഇത് മൂന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ബോയിലിംഗിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതായത് ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും, കളറിനും വ്യത്യാസം ഉണ്ടാവും. ഡ്രീം കേക്ക് എന്ന് പറയുമ്പോൾ എത്ര ലെയർ ഉണ്ടോ അത്രയും ലെയർ വേറെ വേറെ കളറായിരിക്കണം, വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ 5ാമത്തെ ലെയർ സെറ്റായി ഫ്രീസറിലേക്ക് ഇതേ വീണ്ടും 30 മിനിറ്റ് വെക്കുന്നു. ഇനി ഇത് 6ാമത്തെ ലെയറാണ്. അതിന് ഡബിൾ ബോയിലിങ് ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് വെച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഇട്ട് ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. എന്നിട്ടിത് ലൂസായി കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുത്ത് നാക്കിൽ വെച്ച് നോക്കാം. അത്യാവശ്യം നല്ല കയ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിൽക്ക് മെയ്ഡ് ചേർക്കാം. കാരണം ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് അതിൻ്റെ കയ്പും കുറച്ച് കൂടും കേട്ടോ, കൊക്കോയുടെ അളവ് കൂടുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തു. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മുടെ ഡ്രീം കേക്ക് എടുക്കുക. ഈ ചൂടോടെ തന്നെ നമ്മൾ നമ്മുടെ 6th ലെയർ ഒഴിക്കുകയാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഇത് ഒഴിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചോക്ലേറ്റ് കേക്ക് അല്ലെങ്കിൽ ഡ്രീം കേക്ക് ഒരുപാട് സെറ്റാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ 6ാമത്തെ ലെയർ ഒത്തിരി കട്ടിയാക്കരുത് കേട്ടോ. അവസാനം സ്പൂണും കൊണ്ട് കുത്തുന്നതിന് പറയും ചുറ്റിക കൊണ്ട് ഇരിക്കേണ്ട വരും. ഒരു മിനിമം തിക്നെസ് മതി കേട്ടോ. ഇന്നലെ രാത്രിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്, 6ാമത്തെ ലെയർ വരെ. രാത്രി ഒരു 10 മണിയായപ്പം ഈ ഫ്രീസറിൽ നിന്ന് ഈ സാധനം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഇന്ന് രാവിലെയാണ് ഈ 7th ലെയർ ചെയ്യണത്. അങ്ങനെ തന്നെ ചെയ്യണം. ഇനി നമ്മളുടെ ദ ഗ്രേറ്റ് 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 7th ലെയർ ഒന്നുമില്ല, ഡ്രീം കേക്ക് എടുത്തു. കൊക്കോ പൗഡർ നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഇടാം. കാഡ്ബറീസിൻ്റെ ഹെർഷീസിൻ്റെ ഒക്കെ കൊക്കോ പൗഡർ ഇടാവൂ കേട്ടോ, അല്ലെങ്കിൽ കഴിക്കും. അരിപ്പേ കൂടെ ഇങ്ങനെ പതുക്കെ 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 ഇടുക. 10 മിനിറ്റ് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഫ്രിഡ്ജിൽ വെക്കാം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടെ കൊക്കോ പൗഡറിൻ്റെയും കൂടി ഒരു തണുപ്പ് വെക്കും. നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ടിന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറുതാണ്, എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോയിൽ താഴെ കൊള്ളുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ബാക്കിയാണ്. നമ്മളൊരു കൃത്യം അളവിൽ 1 കിലോയുടെ ഏകദേശം പാകത്തിനാണല്ലോ കൂട്ടിയത്. അപ്പോൾ എല്ലാം പാകമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഓരോ ലെയർ ഇതിൽ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു ചോറ്റ് പാത്രത്തിൽ വേറെ ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലെയറായിട്ട് കിട്ടി. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഡീമോൾഡ് ചെയ്തപ്പോൾ കണ്ടോ, എൻ്റെ പല ലെയറുകളും ഭയങ്കര ലൂസായിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഡ്രീം കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ബേക്ക് ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ എടുത്ത് കഴിക്കുകയല്ലേ. ഇനിയിപ്പോൾ ഇത് നല്ലതായിട്ട് നമ്മളൊരു പുഡിങ് പോലെ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും, സെയിം റെസിപ്പി. പക്ഷെ പുഡിങ് ആണെങ്കിൽ ഓരോ ലെയറിലും നമ്മൾ കുറേശ്ശെ ജെലാറ്റിനോ ചൈന ഗ്രാസോ അലിയിച്ച് ചേർത്താൽ ഒന്നും കൂടെ കട്ടിയായിട്ട് കിട്ടും കേട്ടോ. എന്താണെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ സൗണ്ടിൻ്റെ ഒരു മുറുമുറുപ്പ് ഒഴിച്ചാൽ റെസിപ്പി പെർഫെക്റ്റ് ആണ്. ഇതൊരു സന്തോഷം. ഞാൻ ആകെ 2 തവണയാണ് ഇതുവരെ സ്പൂൺ കഴിച്ചിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ അമ്മുത സമ്മാനം കിട്ടി കൊണ്ടുവന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ലെയർ ഉണ്ടായിരുന്നു, ജസ്റ്റ് നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു, മുകളിലൊരു ചെറിയ ചോക്ലേറ്റ് ലെയറും ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ചിട്ടുള്ള എറണാകുളത്ത് നമ്മുടെ കസിൻ ജിഫിയുടെ അടുത്ത് നിന്നാണ്. എനിക്ക് തോന്നുന്നു 1000 above ആണ് അതിന് വില. അത് ഇതേപോലെ ഒരു 7 ലെയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതും സൂപ്പറായിട്ടുണ്ടേ. സാധാരണ ഇത്ര ലൂസാവില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് സുന്നിട്ടൻ വെളുപ്പിനെ 4 മണിക്ക് എടുത്ത് പുറത്ത് വെച്ചതാണ്. അതുകൊണ്ട് നല്ല ലൂസായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ അത് കീപ്പ് ചെയ്യാന്നറിയാലോ. ഇതാ ലാസ്റ്റാണ്, ഇനി തിന്നത്തില്ല. ഓരോ ലെയർ കഴിഞ്ഞിട്ടും ഞാൻ നക്കി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് ഇത് പെർഫെക്റ്റ്. കാരണം ഏറ്റവും നല്ല സാധനം ഏറ്റവും നല്ല കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ ചേർത്തതല്ലേ. അപ്പോൾ തന്നെ ഏകദേശം പകുതി അകത്താക്കി. പെർഫെക്റ്റാണ് കേട്ടോ. സത്യത്തിൽ ഇത് കഴിച്ച് കാണിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൊതി എന്ന് പറയും. കാരണം സെയിം സാധനമാണല്ലോ. എന്താണെങ്കിലും മിക്കവാറും ഇതോടുകൂടി ഇനി അഡ്മിറ്റ് ആവേണ്ടി വരുന്ന എനിക്ക് ഏകദേശം ധാരണയുള്ളത് കൊണ്ടും എൻ്റെ കെട്ടിയോൻ്റെ തല്ലി മേടിക്കാനുള്ള എല്ലാ ചാൻസും ഉള്ളത് കൊണ്ടും ഇന്ന് അവസാനിപ്പിക്കാം. സെയിം തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ കണ്ടോ, കേക്ക്. അതിന് മുമ്പിലുള്ള ചീസിൻ്റെ, വിപ്പിംഗ് ക്രീമിൻ്റെ, ചോക്ലേറ്റ്, ലൈറ്റ് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഏറ്റവും മുകളിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇതിലിട്ടിട്ടില്ല, സ്പേസ് ഇല്ലായിരുന്നല്ലോ. പിന്നെ കൊക്കോ പൗഡർ ഇട്ടിട്ടില്ല. അതിന് പകരമാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ആർഭാടമൊക്കെ കാണിച്ചത്. ലാസ്റ്റ് വഴക്ക് പറയാൻ ഉദ്ദേശിക്കുന്നവരുടെയൊക്കെ അറിവിലേക്കായിട്ട് പറയട്ടെ, 2024 ജനുവരി 1 തൊട്ട് ഞാൻ ശരിക്കും നല്ല കുട്ടിയോ, ഇനി മധുരം കഴിക്കില്ല. ഇത് പ്രോമിസ് ആട്ടോ. ഇതിന് മുമ്പ് വന്നൊരു പ്രോമിസ് ചെറുതായിട്ട് തെറ്റിയല്ലോ.
2 അലുവ ഇതും. ഇത് പിന്നെ ഡ്രീം കേക്ക് നിങ്ങൾക്ക് ക്രിസ്മസിന് ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എന്താണെങ്കിലും ഇനിയിപ്പോൾ 2024 ആവാൻ ഇത്ര ദിവസമല്ലേ ഉള്ളൂ. ഒരു സൈഡും കൂടെ തിന്നാം അല്ലേ. വേറൊരു കാര്യം പറയട്ടെ, നമുക്ക് തൊണ്ടവേദന ഉള്ളപ്പം, പനി ഉള്ളപ്പം, ജലദോഷം ഉള്ളപ്പോൾ ചില സമയത്ത് കല്യാണങ്ങൾക്കോ വല്ല പരിപാടികൾക്കോ ഒക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ വാശി പിടിക്കും ഐസ്ക്രീം വേണം. നമ്മുടെയൊക്കെ ഇങ്ങനെ എല്ലാവരും ഐസ്ക്രീം വാരി തിന്നുമ്പോൾ കുഞ്ഞുങ്ങളോട് മാത്രം തിന്നരുതെന്ന് പറഞ്ഞാൽ അവർ തിന്നാതിരിക്കുമോ? അതുപോലെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലോ എന്തെങ്കിലും ഒരു തണുത്ത ഇതുപോലെ ഐസ്ക്രീമോ പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും നല്ല തണുത്തത് തിന്നാൻ പറ്റാത്ത അവസ്ഥയിൽ തിന്ന ഉടനെ എന്ത് ചെയ്യണമെന്നറിയോ? ഇതാ നല്ല കുടിക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം ദേ ഇങ്ങനെ എടുക്കുക ഉടനെ. കുട്ടികളുടെ തൊണ്ട പൊള്ളിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, ഒരു അസുഖവും ഇല്ലാത്ത നമ്മളെ മക്കൾക്ക് ഐസ്ക്രീമോ പുഡിങ്ങോ പോലെ തണുത്ത് എന്ത് കൊടുത്താലും അത് തിന്നു കഴിഞ്ഞ ഉടനെ ഇളം ചൂടുവെള്ളം കുടിപ്പിച്ചാൽ, ഒരു ഗ്ലാസ്സെങ്കിലും കുടിപ്പിച്ചാൽ നമുക്ക് ജലദോഷവും ചുമയും പനിയൊന്നും പെട്ടെന്ന് വരാനുള്ള ചാൻസ് കുറയും കേട്ടോ. ചെറിയ ടിപ്പാണ്, പക്ഷേ ഈ ടിപ്പൊന്നും എനിക്ക് പോകത്തില്ല. എൻ്റെ കാര്യം ഇത് കട്ടപ്പോക ഉറപ്പാണ്. ഡ്രീം കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഓരോ ബേക്കറികളും അല്ലെങ്കിൽ ഓരോ ഹോം ബേക്കേഴ്സും ഉണ്ടാക്കുന്നതിന് ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇതാരെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചല്ലോ, അവരവരുടേതായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിച്ചു. ഒരിക്കലും അവർ അതിൻ്റെ റെസിപ്പി പുറത്ത് വിടുന്നില്ല. ബേസിക്കലി നമുക്കൊരു 3 ലെയറോ 5 ലെയറോ 7 ലെയറോ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പാത്രത്തിൻ്റെ അളവനുസരിച്ച്. പക്ഷെ ഓരോ ലെയറിലും എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. എല്ലാം പെർഫെക്റ്റ് രുചിയാണ്. അതിലാകെ കുറച്ച് വിലയുള്ള ചീസിൻ്റെ ലെയറാണ് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, കാരണം അതല്ലാതെ നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് പുറത്ത് നിന്ന് വാങ്ങാൻ പറ്റില്ലാത്ത രീതിയിൽ വില കൂടിയൊരു സാധനം വിലക്കുറവിൽ വീട്ടിലുണ്ടാക്കണം. ഇതിപ്പോൾ 1 കിലോയ്ക്ക് 500 ആണെങ്കിൽ നമുക്ക് ആ കുഞ്ഞ് ടിന്ന്, ആ കാക്കിലോടെ ഒരു ടിന്ന് ഉണ്ടാക്കാൻ എത്രയേ വരുന്നുള്ളൂ? 125 രൂപ പോലും വരുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന്, നമ്മളുടെ സന്തോഷത്തിന് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും അടിയിലുള്ളത് മാത്രമാണ് നമ്മൾ ബേക്ക് ചെയ്തത്. നമുക്ക് മറ്റേ കുക്കറിൽ ബേക്ക് ചെയ്യാം കേക്ക്. സോ സിമ്പിൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.